നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? ഇത് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഡാണ്. ഈ റൂട്ട് ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ സൂചിപ്പിക്കുന്നത് സ്റ്റക്ക് സിറ്റുവേഷനാണ്. നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നു, അതിൽ നിന്ന് മുന്നോട്ട് പോകുവാനോ അതിലൊരു ആക്ഷൻ എടുക്കുവാനോ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മറ്റൊരു വ്യൂയിലൂടെ, മറ്റൊരു സാഹചര്യത്തിലൂടെ നോക്കിക്കാണുന്ന ഒരവസ്ഥയെ ഇവിടെ കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. 5 ഓഫ് പെൻറ്റിക്കിൾ ഇവിടെ സാമ്പത്തിക നഷ്ടത്തെ കൂടുതൽ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഒരുപാട് മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഒരു ചാവി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ചാവി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കതവ് തുറന്ന് പുറത്തിറങ്ങാം. പക്ഷേ നിങ്ങൾ തയ്യാറാകാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഹാങ്ഡ് സിറ്റുവേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ കാല് ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങളിവിടെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തിറങ്ങി വരാൻ സാധിക്കും. പക്ഷേ നിങ്ങളതിന് മുതിരുന്നില്ല എന്നുള്ള ഒരവസ്ഥ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് കാരണമായിട്ടുള്ള കോസ്റ്റ് എന്താണ്, അതിന് കാരണം എന്താണ് എന്ന് നോക്കിയതിൽ ഇവിടെ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോബ്ലം സംഭവിക്കാൻ കാരണം നിങ്ങൾ നോ പറയുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കുവാനോ അല്ലെങ്കിൽ ക്ലാരിറ്റി ചോദിക്കുവാനോ സാധിക്കാത്ത ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളവിടെ ചെയ്യുന്നത്. അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ സഹിച്ച് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ മനസ്സിൽ സഹിച്ച് അതിനെ നേരിടാതെ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചും ഇമോഷണലായിട്ട് തകർന്നും ഇരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കാരണമാണ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ നേരിടുന്നത്. ഹാങ്ഡ് സിറ്റുവേഷൻ വരുന്നതിന് പ്രധാന കാരണം അവെയർനെസ് ഇല്ല. ഓക്കെ, ഈ ഒരു കാർഡ്സിൽ തന്നെ കാണിക്കുന്നുണ്ട്, ഹാങ്ഡ് മാനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതാണ്ട് ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്ന 5 ഓഫ് പെൻറ്റിക്കിൾ. ഈ റൂമിൽ നിന്ന് പുറത്ത് പോരണം എന്നുള്ളതിന് ഒരു അവെയർനെസ് നമ്മളുടെ ഉള്ളിൽ തോന്നണം. ഓക്കെ, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങണം, ഈ കംഫർട്ട് സോണിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങണം എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തോന്നേണ്ടതായിട്ടുള്ള ഒരു അവെയർനെസ് ആണ്. അത് ഇവിടെ ഇല്ലാണ്ട് പോകുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഉള്ളിൽ നിന്നുള്ളൊരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ ചുറ്റും നോക്കുന്നതാണ് കൂടുതലും പ്രശ്നമായി തീരുന്നത്. കൂടെയുള്ള വ്യക്തികളുടെയും നമ്മളുടെ സറൗണ്ടിങ് ഇരിക്കുന്നവർക്ക് വേദനിക്കുമോ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നത് കാരണം പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾ മറന്നു പോകുന്ന അവസ്ഥകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഹാങ്ഡ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ പാസ്റ്റിൽ ഒരുപാട് വേദനിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഈ അടുത്ത സമയത്തായി വേദനിച്ച സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചാരിയറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടെ നിന്ന വ്യക്തികൾ ആരൊക്കെയോ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നട്ടലിനാണ് കുത്തിയിരിക്കുന്നത്. നട്ടലിന് കുത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല. നമ്മുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നമുക്ക് കുത്തിയിരുന്നെങ്കിലും നമുക്ക് അത്ര പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിറകിൽ നിന്ന് കുത്തുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ കുത്തുന്ന കാര്യമല്ല പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും കൈവരലിലോ കാലിലോ ഒക്കെയുള്ള ആ കുത്തലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിലാണ്. ഒക്കെ നമ്മുടെ എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ തകർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ചേർന്ന് നിന്നിരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല കുത്ത് കിട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്നും കടന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 2 പ്രതികൂല സാഹചര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ 2 റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. വൈഫും പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ ഒരുപാട്
ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും നിങ്ങളുടെ ഫാമിലിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മക്കളും അച്ഛനും തങ്ങളിലുള്ള പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. അങ്ങനെ രണ്ട് പ്രതികൂല സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ നിങ്ങൾ തളർന്നു നിൽക്കുന്ന അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അനങ്ങാൻ വയ്യാത്ത അവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികപരമായി തകർന്നിരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ആൾക്കാർ പല പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പിറകിൽ നിന്നും നിങ്ങളെ മോശക്കാരാക്കി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓക്കെ നിങ്ങൾക്ക് ഞാൻ കൂടെയുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയും പിറകിൽ ചെന്ന് മറ്റുള്ളവരെടുത്ത് നിങ്ങളെക്കുറിച്ച് മോശമായ രീതി പറയുകയും ചെയ്യുന്ന സിറ്റുവേഷനുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാനസിക അവസ്ഥയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഇവിടെ 6 നമ്പറാണ് വന്നിരിക്കുന്നത്. 1+5 6 ആണ്. നിങ്ങളുടെ ശുക്രൻ്റെ എനർജി റിലേഷൻഷിപ്പ് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരു ബന്ധനത്തിൽ കൂടിയാണ്, ഒരു ഡാർക്ക് എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോള് മറ്റേതോ അദൃശ്യ ശക്തി നിയന്ത്രിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നതായി കാണുന്നു. ഇവിടെ 2 വ്യക്തികളെ ഇങ്ങനെ ചങ്ങലക്കിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബന്ധിച്ച് ഇട്ടിരിക്കുന്ന സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നിട്ടും നിങ്ങൾ മനഃപൂർവ്വം ആ ഒരു ബന്ധനത്തിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ആ ചങ്ങല വളരെ ലൂസായിട്ടാണ് കഴുത്തിലൂടെ കിടക്കുന്നത്. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അതിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയോ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട് വളരെ വിഷമിച്ച് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അന്ധകാര എനർജിയിൽ മാനസികമായി തളർന്നു കിടക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുള്ള എനർജിയിൽ കാണുന്നുണ്ട്. ഇവിടെ ഫിസിക്കൽ കണക്ഷനെ കാണിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇവിടെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥയെ ഇവിടെ കാണിക്കുന്നു. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇവിടെ നോക്കിയിരുന്നാലും അവർക്ക് ആ ഒരു കെട്ടിയിരിക്കുന്ന കെട്ടെന്ന് പറയുന്ന ലൂസ് കെട്ടാണ്. അവർക്ക് എപ്പോഴും വേണമെങ്കിലും ആ കെട്ടിനെ അഴിച്ച് അവർക്ക് പുറത്ത് വരാം. തൻ്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന അതും കാണാം. ഇവിടെ ഡബിൾ എനർജിയും അതുപോലെ തന്നെ ഈ 8 ഓഫ് സോഡും ഒരേ എനർജിയുടെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബന്ധനത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായി അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നല്ല ടോക്സിക് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ നിയർ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഫുൾഫിൽമെൻ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ്. 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് കടന്നു പോകാം. ഒരു സഡൻ ചേഞ്ചാണ് വരുന്നത്, ഒരു ഗ്രോത്താണ് വരുന്നത്. നിങ്ങൾക്കൊരു ഫയർ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ തളർന്നിരുന്ന ഏതോ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ഫയർ എനർജിയോടുകൂടി നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ലോങ് ടൈം ഫ്യൂച്ചറാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ലോങ് ടൈം ഫ്യൂച്ചർ? ഓക്കെ, ഇവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സണ്ണിൻ്റെ എനർജിയും 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ മനോഹരമാണ്, വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മാനസിക അവസ്ഥ കൂടി വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ സണ്ണിൻ്റെ കാർഡും വന്നിട്ടുണ്ട്, 6ൻ്റെ കാർഡും വന്നിരിക്കുന്നു. ഇവിടെ ഒരു സക്സസ്, വിക്ടറി എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തേടി എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് നിങ്ങളോടുകൂടി ഉണ്ട്. ഓക്കെ, സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട്, ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നേന്നും പറഞ്ഞ് ഓക്കെ ഒരു ന്യൂ ജേണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പ്രപഞ്ചം നമുക്കിതെല്ലാം ഒരുക്കി വെക്കുമ്പോഴും ഞാൻ ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കൂ, ഞാൻ ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല, ഇവിടെ നിന്നാണ്ട് സ്വയം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവർക്കത് അഴിച്ച് പുറത്ത് വരാം, പക്ഷേ അതിന് തയ്യാറാകാതെ മാനസികമായി നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങത്തില്ല, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. എല്ലാവരും അല്ല, ചില വ്യക്തികൾ. ഓക്കെ, അവർ ആ ഒരു വേദനയിൽ തന്നെ എൻ്റെ പേഴ്സൺ ഇനി എന്നെങ്കിലും തിരിച്ച് വന്നെങ്കിലേ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങൂ, എനിക്ക് ഞാൻ വിചാരിച്ചിരിക്കുന്ന ജോലി കിട്ടാതെ ഞാൻ വേറെ ഒന്നിനും ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടാതെ ഞാൻ ഒരു ജോലിയും ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു പിടിവാശിയിൽ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണെങ്കിൽ പ്രപഞ്ചം നീട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ബ്ലെസ്സിങ് നമുക്ക് എന്നും കൊന്നും കാണത്തില്ല. കുറച്ച് സമയമുണ്ട്, ആ സമയം കഴിയുമ്പം ദൈവം ആ ഒരു സാഹചര്യത്തെ എടുത്ത് മാറ്റിക്കളയും. ഓക്കെ, പ്രതികൂല സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും, അതിന് ഭയന്ന് നമ്മൾ ഒരു മുറിക്കകത്ത് കയറി കതവ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ധകാരത്തിലായിരിക്കും, നമുക്ക് പുറത്തിറങ്ങുവാനോ ആ വാതിൽ തുറക്കുവാനോ നമുക്ക് സാധിക്കില്ല, ഭയന്നകത്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കും. ആ വാതിലുകളിലൂടെ നമുക്ക് പ്രകാശവും അനുഗ്രഹവും എല്ലാം കടന്നു വരും. അതിനെന്താണ് വേണ്ടത്? നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യണം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസ് ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കാം. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാനസിക ബലം നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നില്ല. ഓക്കെ, നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് സാഹചര്യത്തെ നോക്കി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു 5000 രൂപയുടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ജോലിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, സ്വന്തമായ ഒരു വീട് സമ്പാദ്യമൊന്നും പറ്റുന്നതുമില്ല. എന്നാൽ മറ്റൊരു ജോലിയിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു ചലഞ്ച് ഫേസ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ കിട്ടുന്ന ജോലിയിൽ ഇത്രത്തോളം പൈസ കിട്ടിയെന്നിരിക്കത്തില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. ആ ജോലി ഒന്ന് പച്ച പിടിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പച്ച പിടിക്കുന്നത് വരെയും കുറച്ച് ദാരിദ്ര്യത്തിലും കൊച്ചുങ്ങളുടെ ഫീസാണെങ്കിലും ആഹാരത്തിലാണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഭയം നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിലവിലുള്ള ആ ഒരു കംഫോർട്ട് സോണിനെ പൊട്ടിച്ചുകൊണ്ട് ഒരു പുതിയ ജേണിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ദിശയിലേക്ക് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നല്ല ഭയം തോന്നുന്നുണ്ട്. ഞാൻ ഈ ജോലി വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, ഒരു ഭയം ഉള്ളിൽ തോന്നുന്നുണ്ട്. ഇത് ജോലിയെ സംബന്ധിച്ച് മാത്രമല്ല, റിലേഷനുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ കംഫോർട്ട് സോണിനെ പൊട്ടിക്കുന്നതിൽ, അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയവും ചലഞ്ചിങ് സിറ്റുവേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ചില വ്യക്തികളെയും ചില സ്ഥാപനങ്ങളെയും ഒക്കെ നിങ്ങൾ ഭയപ്പെടുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പണം കൊടുക്കാനുള്ള സ്ഥലത്ത് ആ സ്ഥാപനത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെ ഭയപ്പെടുന്നുണ്ട്, ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയപ്പെടുന്നതായും കാണുന്നുണ്ട്. ഓക്കെ, എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം? ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ചലഞ്ചിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷനെ വളരെ സ്നേഹപൂർവ്വം നമുക്കതിനെ നേരിടാം എന്നിവിടെ കാണിക്കുന്നുണ്ട്. 2 നമ്പറാണ് വന്നിരിക്കുന്നത്. മൂണിൻ്റെ എനർജി, ഇൻറ്റ്യൂഷൻ പവർ നമുക്ക് ലഭിക്കും. ഓക്കെ, മുന്നോട്ട് പോകണമെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുമുള്ളൊരു കണക്ഷൻ ലഭിക്കണം. അങ്ങനെ കണക്ഷൻ ലഭിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ്, നമ്മുടെ ഇമോഷണൽ സിറ്റുവേഷൻ അത് ബാലൻസ് ആയിരിക്കണം. ബാലൻസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഒരു മെസ്സേജ് സ്വീകരിക്കാൻ പറ്റൂ. ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. 2 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോൾ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതും 2 നമ്പറാണ് വന്നിരിക്കുന്നത്.
മാനസിക അവസ്ഥയെ ബാലൻസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷനെ ഒരു സമാധാനപൂർവ്വമായിട്ട് നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ കാർഡിലൂടെ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. ഇവിടെ കാണുന്ന 2 കപ്പുകൾ അത് കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിളൊക്കെ ഒന്ന് താഴെ മുകളിലായിട്ട് ജഗിൾ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും കൃത്യത കിട്ടത്തില്ല. എന്നാൽ ഇവിടെ 2 ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയിൽ നിന്നും തിരിച്ചും മനസ്സിലാക്കിയെടുക്കുന്നു. അതിനെന്താണ് വേണ്ടത്? അവിടെ പരസ്പര ധാരണയും ഈക്വലായിട്ട് നമ്മുടെ മാനസികാവസ്ഥയെ കൊണ്ടുവരാനും സാധിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്കതിലൊരു സൊല്യൂഷൻ കിട്ടുക. രണ്ട് വശത്തെയും കേൾക്കാൻ തയ്യാറാകുക, മനസ്സിലാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഓക്കെ ആകും. നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയിൽ നിന്നും നമ്മൾ സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. സ്പിരിച്വൽ ഗൈഡൻസ് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും മോട്ടിവേഷൻ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കുറേ നേരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടത് എവിടെയാണെന്നും അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നും നിങ്ങൾക്ക് ഒരു അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും, ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ശരി, റിലേഷൻഷിപ്പ് ആണെങ്കിലും, തകർന്നിരിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ജീവിത അനുഭവങ്ങളുള്ള വ്യക്തികളിൽ നിന്നും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അവരുമായി കുറച്ചു നേരം നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ഷെയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക. ഓക്കെ, പ്രപഞ്ചത്തിന്റെ സ്നേഹം നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങളെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ഒരു ഹാൻഡ് നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുക. ഇവിടെ ഒരു പ്രാവ് കടന്നു പോകുക എന്ന് പറയുന്നത് സമാധാനമാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ കടത്തിവിടേണ്ടതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള സ്നേഹമായിരിക്കണം. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം മറ്റുള്ളവർക്കും പ്രപഞ്ചത്തോടും കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള അനുഗ്രഹം നിങ്ങളെ തേടി വളരെ സ്പീഡിന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ സ്ട്രഗിൾ സിറ്റുവേഷനെയും ചാടിക്കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയം നിങ്ങളിലേക്ക് കടന്നു വരും, നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും. നിങ്ങൾ എനർജിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നു. അതിന് പ്രധാനമായും വേണ്ടത് സെൽഫ് ലവ് ആണ്. നമ്മളിലുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ദാനം ചെയ്യാത്തതൊന്നും നമ്മളിലേക്ക് തിരിച്ചു വരത്തില്ല. നമ്മൾ സ്നേഹത്തെ നമ്മൾ ദാനം ചെയ്യണം. ദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.